ഹലോ. അപ്പോൾ ഇന്ന് കുറച്ച് ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ കായ്ക്കൊക്കെ വില കുറവാണെന്ന് തോന്നുന്നു. 4 കിലോ 100 രൂപ, 4 കിലോ 100 രൂപ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ 100 രൂപ കൊടുത്ത് കുറച്ച് വാങ്ങി. അപ്പോൾ അതെടുത്ത് ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ചിപ്സ് ഉണ്ടാക്കാനൊക്കെ അറിയാമായിരിക്കുമല്ലോ. ചിപ്സ് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് കണ്ടിട്ടൊക്കെ ഉണ്ട്, എന്നാലും ഉണ്ടാക്കിയിട്ടില്ല, സമയമില്ല. പിന്നെ ഇന്നങ്ങനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അതിൽ നിന്നെടുത്ത് നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ വീഡിയോ കണ്ടിട്ടൊന്ന് അറിയിക്കണേ, കമൻ്റ് ഇട്ടേക്കണം. ഞാൻ പിന്നെ വീട്ടിൽ എനിക്ക് ഇങ്ങനെ നിന്ന് ഓരോന്നും ഉണ്ടാക്കാനൊന്നും സമയമൊന്നുമില്ല. ഞാൻ ജോലിക്ക് പോവും. അപ്പോഴേ പെസഹ, വ്യാഴം, ദുഃഖവെള്ളിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് അവധികൾ കിട്ടി. അങ്ങനെയാണ് ഈ അവധി ദിവസങ്ങളിലാണ് ഓരോ ഐറ്റംസ് ഞാൻ പരീക്ഷിക്കുന്നത്. പരീക്ഷിക്കും, പക്ഷേ എല്ലാം ഒന്നും സക്സസ് ആവത്തില്ല, എല്ലാം കുളമായിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് കുളമാകുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ കായെല്ലാം വൃത്തിയാക്കി, ചില കായിലാണെങ്കിൽ അപ്പം ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് ഞാൻ കടയിൽ നിന്ന് ഇങ്ങനെ വെച്ച് അരിയാന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് നടക്കില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കത്തിയെടുത്ത് പിന്നെ ഇങ്ങനെ റൗണ്ടിന് അരിഞ്ഞിടുകയാണ് ചെയ്തത്. ഒരു കായെടുത്ത് ഫുള്ള് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് അതിനങ്ങ് എണ്ണയിലിട്ട് അത് വറുത്ത് കോരിയതിന് ശേഷം പിന്നെ അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഇതിങ്ങനെ അരിയുന്ന അത് സ്ലൈസ് ഒരു കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് അരിഞ്ഞിടാൻ പറ്റും. ഇത് എനിക്കുള്ളത് ചിലത് കട്ടി കൂടിപ്പോയി, ചിലത് കട്ടി കുറഞ്ഞു പോയി. കട്ടി കുറഞ്ഞു പോയത് നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. അങ്ങനെ അരിഞ്ഞു വെച്ചു. പിന്നെ എണ്ണയിലേക്ക് ഇട്ടു. എണ്ണയിലേക്കിട്ട് വറുത്ത് കോരി എണ്ണയിലിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ കലക്കി വെച്ചേക്കണം. അത് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേ ആ ഉപ്പും മഞ്ഞപ്പൊടിയെല്ലാം ഈ കായിലേക്ക് പിടിക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ട് ടിന്നിലൊക്കെ അടച്ച് വെച്ചിരുന്നാൽ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. കടയിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ ഈ പഴകിയ എണ്ണയിലൊക്കെ ആയിരിക്കും അവർ ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാമോ, കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഉള്ളൊരിതാണ്. അപ്പം കുറച്ച് സമയം മതി എല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്ത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയാൽ ടിന്നിനകത്തിട്ട് അടച്ചു വെച്ചാൽ കുറച്ച് നാൾ ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ചിപ്സ് സൂപ്പറായിട്ടുണ്ട്. നല്ല സാധാരണ ഞാൻ ഉണ്ടാക്കിയതല്ല, കുളമാവുന്നതാണ്. പക്ഷേ ഇത് എങ്ങനെ കുളമൊന്നും ആയിട്ടില്ല. നല്ല പരുവത്തിൽ എനിക്ക് കിട്ടി. ടിന്നിൽ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ ഉണ്ടാക്കാത്തവരും ഇത് ഉണ്ടാക്കി നോക്കണം. വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവർ ഇത് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഞാൻ ചൂടോടെ തന്നെ തിന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, താങ്ക് യു, ടാറ്റ, ബൈ ബൈ.